ഹായ്, ഹലോ ഗൈസ്. അപ്പോൾ ഞാനിന്നിപ്പോൾ നിൽക്കുന്നത് കാനഡയിലാണ്. ഓക്കെ, കാനഡയിലെ തിമോത്തി റിവർ സൈഡിലാണ് നിൽക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ റിവർ സൈഡൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കാണാം. ഓക്കെ, ഉണ്ടോ എന്നറിയത്തില്ല. കുറേ മീനുകളുണ്ട് ഇവിടെ, നല്ല വലിയ വലിയ മീനുകൾ. ഇവിടെയൊക്കെ നല്ല അടിപൊളി സീനുകളാണ് കാണാൻ. ഇവിടെ നമ്മുടെ മരങ്ങളുടെയൊക്കെ ഇലകളുടെയൊക്കെ കളർ എല്ലാം ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ സീസണാണ് വരുന്നത്. സോ വിൻ്റർ സീസണായിട്ട് വരുമ്പോഴത്തേക്കും കളറെല്ലാം മാറി മഞ്ഞ കളറായി, പച്ചയൊക്കെ മാറി മഞ്ഞയായിട്ട് ഇലയെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ ഇത് നല്ല താറാക്കളാണ്. ഏകദേശം ഒരു ജംഗിൾ സഫാരി പോലെ തന്നെയാണിത്. നമ്മൾ ചെറിയ ചെറിയ കാട്ടിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഈ റിവറിൽ നിറച്ച് സാൽമൺ ഫിഷുകളുണ്ട്. ഈ കിടക്കുന്നത് ഒരു സാൽമൺ ഫിഷ് ചത്ത് കിടക്കുന്നതാണ്. ചത്ത് അഴുവി കിടക്കുകയാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, കണ്ടോ. ഈ സാൽമൺ ഫിഷുകൾ കടലിൽ നിന്ന് ഈ സീസണിൽ മുട്ടയിടാനായിട്ട് വരുന്നതാണ് ശുദ്ധവെള്ളത്തിലേക്ക്. നമ്മളൊരു ഉൾക്കാട്ടിലേക്കാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന കാടുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇലയെല്ലാം മഞ്ഞയായിട്ട് എല്ലാ ഇലയും പൊഴിഞ്ഞു പോകുന്നതായിരിക്കും വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും. ഓ, ഇതായാണ് ഗൈസ് വീണ്ടും ഒരു മീനുകൾ ചത്ത് കിടക്കുന്നുണ്ടോ. മീനുകൾ ചത്ത് പെരുവി കിടക്കുകയാണ്. സാൽമൺ ഫിഷ്. അണ്ണാര കണ്ണാവ. ഇതാണ് കാനഡയിലെ അണ്ണാൻ. എന്നെ നിങ്ങൾ കാണാൻ പറ്റിയോ എന്നറിയത്തില്ല. ഫിഷിനെ ഞാനിപ്പോൾ ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. അല്ലായിരുന്നെങ്കിൽ സൂം ചെയ്ത് നമുക്ക് ഈ വെള്ളത്തിലൊക്കെ കിടപ്പുണ്ട്. ചില സമയത്ത് ചിറകിട്ടടിച്ച് ഈ വെള്ളത്തിന് എതിർദിശയിലേക്ക്, ഒഴുക്കിന് എതിർദിശയിലേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ 1-2 സ്ഥലത്ത് ഞാൻ കണ്ടായിരുന്നു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ നോക്കട്ടെ. ആദ്യം ഞാൻ ഷൂട്ട് ചെയ്തതിലുണ്ടായിരുന്നു, അപ്പം അത് കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അപ്പം വേറെ കാണുകയാണെങ്കിൽ ഞാൻ കണ്ടിപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കാട് അല്ലേ, നല്ല കാട്. അതിൻ്റെ അരികിലൂടെ ഒരു പുഴ. അതിമനോഹരമായ കാഴ്ച അല്ലേ. അവിടെ ഒരു സാൽമൺ ഫിഷ് ഉണ്ട്. ഓ, അവിടെ
ദൂണ്ട് 1-2 കിടപ്പുണ്ട് കേട്ടോ. പോയണ അവിടെ ചെറുതായിട്ട് ഒരു ചിറകിട്ടടിക്കുന്നതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാം. നമുക്ക് ഈ നടത്താൻ അപ്പുറത്ത് നടന്നുണ്ട്. അങ്ങ് ആ സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് പോകണം കേട്ടോ സാൽമൺ ഫിഷുകൾ. ഇവിടെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് വിമാനം, എയറോപ്ലെയിൻ. ഹലോ ഗൈസ്, ഇതാണ് ഒരു സാൽമൺ ഫിഷ്. ഈ സാൽമൺ ഫിഷുകൾ ജനിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അത് വീണ്ടും മുട്ടയിടാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇത് ജനിച്ച് അതിൻ്റെ ഒരു പരുവാകുമ്പോഴത്തേക്ക് അത് നേരെ ശുദ്ധജലത്തിൽ നിന്ന് മാറി കടലിലേക്ക് പോകും. കടലിൽ പോയിട്ട് മുട്ടയിടാൻ സമയമാകുമ്പോഴത്തേക്ക് അത് വീണ്ടും തിരിച്ച് ആ ജനിച്ച സ്ഥലത്തായ നമ്മുടെ ശുദ്ധജലത്തിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന് ഓരോ മുറിവുകൾ സംഭവിക്കും. അതായത് വെള്ളത്തിന് എതിർദിശയിലേക്കാണ് ഇത് നീന്തി വരുന്നത്. അപ്പോഴത്തേക്ക് ഇതിന് ഓരോരോ മുറിവുകളും അങ്ങനെയൊക്കെ സംഭവിച്ച് കല്ലിലൊക്കെ കയറി അടിച്ചടിച്ചടിച്ച് മുറിവുകൾ സംഭവിച്ചാണ് ഇത് മരണമടയുന്നത്. ഓക്കെ, ഇതാണ് സാൽമൺ ഫിഷ്. ഓക്കെ, ഇതാണ് ആ ഒരു സാൽമൺ ഫിഷിൻ്റെ ഒരു സ്റ്റോറി. നമുക്ക് ഈ വെള്ളത്തിൽ ഒരുപാട് സാൽമൺ ഫിഷുകൾ തിരിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഓക്കെ, നല്ല 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 തണുപ്പാണ്, പക്ഷെ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ. നല്ല ക്ലിയർ വെള്ളം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സാൽമൺ ഫിഷിനെ കാണിക്കാൻ പറ്റുന്നത് അതാണ്. പോയി ഗൈസ്, അടുത്ത് കൂടെ ഒരെണ്ണം പോയി. ഇതിൻ്റെ കാട്ടി അടുത്ത് കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെയോ പോയി ഗൈസ്, സേല് വിട്ടണം. സാൽമൺ ഫിഷ് പോയി. അതാണ് ഗൈസ്, ഇവിടെ ഒരു സാൽമൺ ഫിഷ് ഉണ്ട്. കാലിനൊക്കെ നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ കിടക്കുന്നുണ്ട്, ഓടി ചത്ത് കിടക്കുകയാണ് സാൽമൺ ഫിഷ്. ഓക്കെ, പരിസരത്ത് ഒന്നും തന്നെ കാണാനില്ല. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ നദിയുടെ ഏകദേശം മധ്യഭാഗത്താണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളത്തിന് വളരെ താഴ്ച കുറവുണ്ട്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. കാനഡയാണ് ഗൈസ്. ഒരു സാൽമൺ ഫിഷ് ഇതാ ചത്ത് ഒഴുകി പോവുകയാണ് ഗൈസ്. ഇപ്പം ഏകദേശം സന്ധ്യ സമയമായി. ഇതൊന്നും തന്നെ കാണുന്നില്ല. നേരത്തെയൊക്കെ ഇവിടെയൊക്കെ ചിറകിട്ടടിച്ച് മീനുകൾ നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നിനെ തന്നെ ഇവിടെയും കാണാനില്ല. ഏകദേശം ഞാൻ ഇക്കരയിലെത്തി. ഇതാണ് അക്കര. ഓക്കെ, നല്ല ക്ലിയർ. അടിയിലെ കല്ലുകളെല്ലാം കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും.
കരയിലൊരു മീനുണ്ടായിരുന്നു ഗൈസ്, മിസ് പണിയിട്ടേ. ഇവിടെ കരയിൽ തന്നെ ഒരു മീൻ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ അത് ഓടിക്കളഞ്ഞു. നമുക്ക് മറ്റേ കല്ലെടുത്ത് സ്ലൈഡ് ചെയ്യുന്നതൊക്കെ എറിഞ്ഞു നോക്കാം. ഓക്കെ അജു മോനെ, ഈ ഒരു വീഡിയോ പിടിച്ചോ മോനെ, കല്ലെറിയുന്ന. അപ്പോൾ ഞാൻ കല്ലെടുത്ത് എറിയാൻ പോവുകയാണ്. അളിയന്മാരെ, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈവനിങ് അങ്ങനെ നമ്മൾ ഒരു കാനഡയിലെ ഒരു പുഴ തീരത്ത് ആയിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ഒരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.